നമസ്തേ ആപ് സഭിക്കോ ഹമാരെ ചാനൽ പർ ഹാർദിക് സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഛായാവാദിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഛായാവാദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആധുനിക കാലത്തിലെ മൂന്നാമത്തെ യുഗമാണ് അല്ലേ. ഭാരതീയ കഴിഞ്ഞാൽ ദ്വിവേദി യുഗമാണ്, ദ്വിവേദി യുഗം കഴിഞ്ഞാൽ ഛായാവാദാണ്. ഛായാവാദിൻ്റെ പ്രവർത്തകൻ ആരാണ്? ഛായാവാദിൻ്റെ പ്രവർത്തകൻ ജയശങ്കർ പ്രസാദാണ്. നമ്മൾ പഠിച്ചു. ഛായാവാദിൻ്റെ ജനകം ചോദിച്ചാൽ ആരാണ് പറയേണ്ടത്? പ്രസാദാണ്. ഓക്കെ. അപ്പോൾ ഛായാവാദ് എന്ന ശബ്ദം ആദ്യമായി ഉപയോഗിച്ചത്, ഛായാവാദ് ശബ്ദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? മുകുടധർ പാണ്ഡെയാണ്. പ്രസാദല്ല, നിരാലയല്ല, പന്തല്ല, മഹാദേവി വർമ്മയല്ല. ആരാണ് ഫസ്റ്റ് ഉപയോഗിച്ചത്? മുകുടധർ പാണ്ഡെയാണ്. ശാരദാ പത്രികയിലാണ് ഛായാവാദ് എന്ന ശബ്ദം ഉപയോഗിച്ചത് അല്ലേ. ഹിന്ദി മേം ഛായാവാദ് എന്ന് പറഞ്ഞ ഒരു നിബന്ധം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മുകുടധർ പാണ്ഡെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഛായാവാദ് എന്ന ശബ്ദം വരുന്നത്. അപ്പോൾ ഛായാവാദ് ശബ്ദം ഉപയോഗിച്ചത് മുകുടധർ പാണ്ഡെയാണ്. ഛായാവാദിൻ്റെ ജനക് ജയശങ്കർ പ്രസാദാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഛായാവാദിൻ്റെ 4 സ്തംഭങ്ങൾ. ഛായാവാദ് കെ 4 സ്തംഭ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ് ഛായാവാദ് കെ 4 സ്തംഭ്? ജയശങ്കർ പ്രസാദ്, സുമിത്രാനന്ദൻ പന്ത്, സൂര്യകാന്ത് ത്രിപാഠി നിരാല, മഹാദേവി വർമ്മ. ഇവരാണ് ഛായാവാദിൻ്റെ 4 സ്തംഭങ്ങൾ. അത് നമുക്ക് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് വളരെ ഈസിയാണ് നമുക്ക് പഠിക്കാൻ. പക്ഷേ കോഡ് ആവശ്യമാണെങ്കിൽ ചപന്യം എന്നോർത്ത് വെക്കുക. ഛായാവാദ് കെ 4 സ്തംഭ് ചപന്യം. അപ്പോൾ നമുക്ക് കിട്ടും ജയശങ്കർ പ്രസാദാണ്, പന്താണ്, നീ നിരാലയാണ്, മഹാദേവി വർമ്മയാണ്. വളരെ ഈസി അല്ലേ ചപന്യം കോഡ്? നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഛായാവാദിൻ്റെ 4 സ്തംഭങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ പ്രവർത്തകൻ പഠിച്ചു. ഛായാവാദ് ശബ്ദം ആരാണ് ഉപയോഗിച്ചത്, ആരാണ് പറഞ്ഞത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഛായാവാദ് കെ ബ്രഹ്മ. ഛായാവാദ് കെ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ് പറയുക? ആൻസർ ആരാണ്? ഉത്തരം ആൻസർ ജയശങ്കർ പ്രസാദാണ് അല്ലേ. ഛായാവാദിൻ്റെ ജനക്. ബ്രഹ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനകിന് സമാനമായിട്ടുള്ള ഒരു പദമാണ് ബ്രഹ്മ. ഛായാവാദ് കെ ബ്രഹ്മ ജയശങ്കർ പ്രസാദാണ് കേട്ടോ. ഛായാവാദ് के विष्णु कौन है? ഛായാവാദ് के विष्णु സുമിത്രാനന്ദൻ പന്ത് ഹേ. ഛായാവാദ് के വിഷ്ണു സുമിത്രാനന്ദൻ പന്താണ്. പിന്നെന്താണ്? പ്രകൃതി के സുകുമാർ കവി ബി ഹേ അല്ലേ. സുകുമാർ കവി ആരാണ്? സുമിത്രാനന്ദൻ പന്തല്ലേ. അതും ഓർത്ത് വെക്കുക. പിന്നെ ഛായാവാദ് के ശിവ്. ശിവ് ആരാണെന്ന് ചോദിച്ചാൽ നിരാലയാണ്. പിന്നെന്താണ്? ഛായാവാദ് के മഹേഷ് ഭി ഹേ നിരാല. ಛಾಯಾವಾದ್ के शिव और महेश निराला है. निराला क्रांतिकारी कवि है, विद्रोही कवि है ना. निराला क्रांतिकारी कवि है, विद्रोही कवि है. ಛಾಯಾವಾದ್ के शिव है, ಛಾಯಾವಾದ್ के महेश है, പ്രഗതിവാദ് के പ്രവർത്തക് भी है. അത്രയും പോയിന്റ് നമുക്ക് കിട്ടി അല്ലേ. ഛായാവാദിൻ്റെ 4 സ്തംഭത്തിൽ ഒരാൾ കൂടിയാണ് നിരാല അല്ലേ. ഒരുപാട് പോയിൻറ്റ്സ് കിട്ടി. ഛായാവാദിൻ്റെ പ്രവർത്തകരല്ല, 4 സ്തംഭിൽ ഒരാളാണ് നിരാല. പിന്നെന്താണ്? ഛായാവാദിൻ്റെ ശിവനാണ്, ഛായാവാദിൻ്റെ മഹേഷാണ്, പ്രഗതിവാദിൻ്റെ പ്രവർത്തകനാണ്, ക്രാന്തികാരി കവിയാണ്, വിദ്രോഹി കവിയാണ് നിരാല. ഒരുപാട് പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു. പിന്നെ ഛായാവാദ് കെ ശക്തി അല്ലെങ്കിൽ ഛായാവാദ് കെ സരസ്വതി എന്ന് പറയുന്നത് മഹാദേവി വർമ്മയാണ്. നമ്മുടെ മഹാദേവി വർമ്മയാണ് ഛായാവാദ് കെ ശക്തി, ഛായാവാദ് കെ സരസ്വതി എന്ന് പറയുന്നത്. പിന്നെ മഹാദേവി വർമ്മയെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആധുനിക് യുഗ് കി മീര അല്ലേ. ആധുനിക് യുഗ് കി മീര എന്ന് പറയുന്നതും മഹാദേവി വർമ്മയാണ്. അതും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഛായാവാദ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു റൊമാൻറ്റിക് കാവ്യധാരയാണ് ഛായാവാദ് എന്ന് പറയുമ്പോൾ അല്ലേ. അതിൽ രാഷ്ട്രീയതയും വരുന്നുണ്ട്, എന്താണ് റൊമാൻറ്റിസിസം വരുന്നുണ്ട്. രണ്ടും കൂടി വരുന്നതാണ് ഛായാവാദ്. പിന്നെ ഛായാവാദത്തിൽ
പിന്നെ ലഘുത്രയി എന്ന് പറഞ്ഞിട്ടും ബൃഹത്രയി എന്ന് പറഞ്ഞിട്ടും തിരിച്ചിട്ടുണ്ട്. ഛായവാദ് 4 സ്തംഭ് നമ്മൾ പഠിച്ചു. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഛായവാദിലെ ബൃഹത്രയി, ലഘുത്രയി. ബൃഹത്രയി എന്ന് പറയുമ്പോൾ അതിൽ ആരാണ് വരുന്നത്? പന്ത്, പ്രസാദ്, നിരാല ഇവരാണ് ഛായവാദിലെ ബൃഹത്രയി. ത്രയി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 പേരാണ് അല്ലേ. അതിൽ 4 പേരില്ല, 3ആണ്. ത്രയി എന്ന് പറയുമ്പോൾ 3 പേരാണ്. അതിൽ പന്ത്, പ്രസാദ്, നിരാല ഇവർ 3 പേരാണ് ഛായവാദിക്ക് ബൃഹത്രയി കവി കേട്ടോ. ബൃഹത്രയി കവികളിൽ വരുന്നത് ഇവർ 3 പേരാണ്. ലഘുത്രയിൽ വരുന്നത് ആരൊക്കെയാണ്? മഹാദേവി വർമ്മ, രാംകുമാർ വർമ്മ, ഭഗവതി ചരൺ വർമ്മ. ഓക്കെ, ഭഗവതി ചരൺ വർമ്മ 3 വർമ്മകളാണ് ലഘുത്രയിൽ വരുന്നത്. അത് പ്രത്യേകം പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഷോർട്ടായിട്ട് ഛായാവാദിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ പറയാനുള്ളത് ഖഡീബോലിയുടെ സ്വർണ്ണയുഗം എന്ന് പറഞ്ഞത് എന്താണ്? ഛായാവാദിനാണ് അല്ലേ. ഖഡീബോലിക്ക് സ്വർണ്ണയുഗ് ഛായാവാദ് കോ മാനാ ഹെ അല്ലേ. ഖഡീബോലിയുടെ സ്വർണ്ണയുഗം എന്ന് പറയുന്നത് ഛായാവാദാണ്. പിന്നെ ഹിന്ദി സാഹിത്യത്തിലെ സ്വർണ്ണയുഗം ഏതാണ്? ഭക്തികാലമാണ് അല്ലേ. ഹിന്ദി സാഹിത്യ സ്വർണ്ണയുഗ് ഭക്തികാൽ ഹെ. അത് പറഞ്ഞതാരാണ്? ജോർജ് ഗ്രിയസനാണ്. അത് മാറിപ്പോകരുത്. ഹിന്ദി സാഹിത്യത്തിലെ സ്വർണ്ണയുഗം ഭക്തികാലമാണ്, പക്ഷെങ്കിൽ ഖഡീബോലി സാഹിത്യത്തിലെ സ്വർണ്ണയുഗം ഛായാവാദാണ്. അത് പ്രത്യേകം ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. എന്തൊക്കെ പഠിച്ചു? ഛായാവാദിൻ്റെ ജനക് പഠിച്ചു, പ്രവർത്തക് പഠിച്ചു, 4 സ്തംഭ് പഠിച്ചു, ലഘുത്രയി പഠിച്ചു, ബൃഹത്രയി പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? ഛായവാദ് കെ ബ്രഹ്മ, വിഷ്ണു, ശിവ, മഹേഷ്, ശക്തി, സരസ്വതി ഇവയൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഛായവാദ് ശബ്ദ് ഉപയോഗിച്ചത് ആരാണ്, പറഞ്ഞതാരാണ് പഠിച്ചു. ശാരദ പത്രിക നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെന്തൊക്കെ നമ്മൾ പഠിച്ചു? ഖഡീബോലി സാഹിത്യം അല്ലേ. ഖഡീബോലി സാഹിത്യത്തിലെ സ്വർണ്ണയുഗം എന്ന് പറഞ്ഞത് ആരാ? ഛായാവാദിനെയാണ്. ഖഡീബോലി സാഹിത്യത്തിൻ്റെ സ്വർണ്ണയുഗം ഛായാവാദാണ്. പിന്നെ ഹിന്ദി സാഹിത്യത്തിൻ്റെ സ്വർണ്ണയുഗം എന്ന് പറയുന്നത് ഭക്തികാലമാണ്. അത് പറഞ്ഞത് ജോർജ് ഗ്രിയസനാണ് എന്നും നമ്മൾ പഠിച്ചു. ഇനി കുറച്ച് പോയിൻറ്റ്സുകളും നമുക്ക് പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഒരു ഹിന്ദി വ്യാകരണവുമായി ബന്ധപ്പെട്ട ഗ്രാമർ പോർഷനോ വർണ്ണമാലയോ ഒന്ന് പഠിക്കാം, ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എക്സാമിങ് അടുത്തെത്തിയിട്ടുള്ള, അതുകൊണ്ട് ഷോർട്ടായിട്ട് നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ അടുത്ത വീഡിയോയിൽ എന്താ പറയുക, വ്യാകരണം അല്ലെങ്കിൽ ഗ്രാമർ പോർഷൻ ഒന്ന് ചെയ്താലോ എന്ന് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ധന്യവാദ്.